ഇന്ന് മാർച്ച് 1 കേരളത്തിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചോളം മാർച്ച് മാസം പരീക്ഷാകാലമാണ്. പരീക്ഷ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾ കൊടുക്കേണ്ടത് എക്സാമിനാണ്. കേരളത്തിലെ ബഹുഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെ മനസ്സിൽ ഈ ഒരു മാസം ഫസ്റ്റ് പ്രയോറിറ്റി പരീക്ഷ എക്സാം തന്നെയായിരിക്കും. പക്ഷെ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് പിന്നെ എക്സാം ഒരു എക്സാം ഓക്കെ, അങ്ങനെ 3 എക്സാം എന്നുള്ള അത്ര പ്രയോറിറ്റി ഞങ്ങളുടെ മനസ്സിലില്ല സാറേ എന്ന് ചിലപ്പോൾ ഒരു കേരളത്തിലെ ഒരു 70% വിദ്യാർത്ഥികൾ വിചാരിച്ചേക്കാം. ആ 70% വിദ്യാർത്ഥികളാണ് അവർ ഈ A+ എത്താതെ ഒരു B, ഒരു C+ എന്നൊരു ആവറേജ് മാർക്കിലേക്ക് ഒതുങ്ങി. അവരോടാണ് എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. അല്ലെങ്കിൽ അവരുടെ ചിന്തയിലാണ് നമുക്ക് മാറ്റം വരുത്തേണ്ടത്. നമുക്ക് ഫസ്റ്റ് പ്രയോറിറ്റി ഈ മാസം എന്നല്ല, ഇനി അങ്ങോട്ട് ഈ മാസം കഴിയുന്നവരെ നമ്മൾ കൊടുക്കുന്ന പരീക്ഷ തന്നെയാണ്. അതിലൊരു സംശയമില്ല. അപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യുമ്പോൾ സമയത്ത് തന്നെ, ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടേക്ക് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സ്റ്റുഡിയോയിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇഷ്ടംപോലെ കുട്ടികൾ ഫുട്ബോൾ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ ട്യൂഷൻ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന, അല്ലെങ്കിൽ ഞാൻ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികൾ തന്നെ ഫുട്ബോൾ കളിക്കാൻ അവിടെ കിടന്നിട്ട് അല്ലെങ്കിൽ വേറെ പല വിനോദത്തിൽ ഏർപ്പെടാണ്. പക്ഷെ അവരൊക്കെ തലയിലേക്ക് എക്സാം എന്താണ്, അതിൻ്റെ സീരിയസ്നെസ് എന്താണ്, എക്സാം എഴുതിയില്ലെങ്കിൽ എഴുതി എൻ്റെ മാർക്ക് കുറഞ്ഞാൽ ഉണ്ടാവാൻ പോകുന്ന ഭവിഷ്യത്ത് എന്ത്, ഒരു ഷോർട്ട് ടേമിൽ ഞാൻ വല്ല നിങ്ങളുടെ ലൈഫിൻ്റെ കാര്യങ്ങളൊന്നുമല്ല, വളരെ ഷോർട്ട് ടേം ആയിട്ട് 1-2 വർഷത്തെ സംഭവിക്കുന്ന കാര്യങ്ങളെ പറ്റി മാത്രമേ എനിക്ക് അതെനിക്ക് പറയാൻ കഴിയുള്ളൂ. ആ ഒരു 1-2 വർഷത്തിനോട് നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസം എന്ത്, ബുദ്ധിമുട്ട്, അതാണ് നിങ്ങൾ ആദ്യം ആലോചിക്കേണ്ടത്. പലരും നിങ്ങളോട് പറയുന്നുണ്ട് ശരിയാണ്, A+ അല്ലെങ്കിൽ വലിയ മാർക്കൊന്നല്ല നിങ്ങളെ ലൈഫ് തീരുമാനിക്കുന്നത്, ശരിയാണ്. പക്ഷേ ഈ ഒരു 1-2 വർഷക്കാലം, അതായത് നിങ്ങൾ +1 +2 ഒക്കെ പഠിച്ചൊരു ഡിഗ്രി ലെവലിലൊക്കെ നിങ്ങൾ എത്തുന്നവരെയുള്ള നിങ്ങളുടെ കാലത്തിന് ഈ പഠനത്തിന് വലിയ റോളുണ്ട്. നിങ്ങൾ ഈ വർഷം നന്നായി പഠിച്ചില്ല, ഇപ്പോൾ SLC പഠിക്കുന്ന വിദ്യാർത്ഥി നന്നായി പഠിച്ചിട്ട് +1 അഡ്മിഷൻ കിട്ടില്ല. +1 പഠിക്കുന്ന അല്ലെങ്കിൽ +2 എക്സാം എഴുതുന്ന വിദ്യാർത്ഥി നല്ല രീതിയിൽ പഠിച്ചാലും നല്ലൊരു കോളേജിൽ ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടില്ല. ഈ അഡ്മിഷൻ കിട്ടാത്ത സമയത്ത് നമ്മൾ പോകുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ട്. അത് വിത്തിൻ ഒരു 2 മന്ത് നിങ്ങളെല്ലാവരും അറിയും. ഞാൻ സാർ നിങ്ങൾ എന്ത് വർത്താനം പറയുന്നത്, ഇതൊരു എന്താ പറയുക, ഒരു അവയർനെസ് ആണ്. അറിയുന്ന ഒരാളെന്ന രീതിയിൽ നിങ്ങളെക്കാളും കൂടുതൽ ഈ മേഖല എക്സ്പീരിയൻസ് ഉള്ള ഒരാളെന്ന രീതിയിൽ ഞാൻ ഈ കാര്യം നിങ്ങളോട് പറയുന്നത്. ഈ വരുന്ന ഒരു മാസം നിങ്ങൾ പഠിക്കാൻ റെഡിയാണ്, അല്ലെങ്കിൽ ചില ടിപ്സൊക്കെ കേട്ട് നിങ്ങൾ പഠിക്കാൻ റെഡിയാണെങ്കിൽ താഴെ ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ കൊടുത്തിട്ടുണ്ട്, നിഹാൽ സാർ എന്ന വാട്സപ്പ് ചാനലിൽ ലേൺ വിത്ത് നിഹാൽ സാർ. നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോകണം, നിങ്ങളെ ഓരോ ദിവസവും നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്തോ നിങ്ങൾ പഠിക്കേണ്ട രീതിയുമായി ബന്ധപ്പെട്ട ഡെയിലി മോട്ടിവേഷൻ ടിപ്സ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു ചാനൽ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ 8ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ടിപ്സും ട്രിക്സും ആയിരിക്കും ഞാനിതിൽ പറയാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇനി ഈ വരുന്ന ഒരു മാസം നമ്മൾ പഠിക്കേണ്ട രീതികൾ എന്ന് പറഞ്ഞാൽ എൻ്റയർലി അങ്ങനെ തന്നെയാണ്. കാരണം ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ ഹൈസ്കൂൾ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം ഒരു 10ഓളം സബ്ജക്റ്റ്, IT എക്സാം കഴിഞ്ഞു, ഇനി ഒരു 9 സബ്ജക്റ്റ് കാര്യമായിട്ട് പഠിക്കാണ്ട്. +1 +2 പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം 6 സബ്ജക്റ്റ് പഠിക്കാണ്ട്. ഈ 6 ആയിക്കോട്ടെ, ഇനി 9 ആയിക്കോട്ടെ, അത്യാവശ്യത്തിന് പഠിക്കാനുണ്ട്. ഇനി ഇതെങ്ങനെയൊക്കെ ഓരോ സബ്ജക്റ്റ് ഏത് രീതിയിൽ നമ്മൾ പഠിക്കണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ചാനൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അത് എനിക്കൊരു കാര്യം ഉറപ്പാണ്, നിങ്ങൾക്ക് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ പല കുട്ടികളുടെയും പ്രധാന പ്രശ്നം, ഞാൻ പുസ്തകം എടുത്ത് ഞാൻ എന്താ പഠിക്കേണ്ടത് സാറേ, ഈ പഠിച്ചാൽ ഞാൻ എങ്ങനെ ഓർത്ത് വെക്കേണ്ടത്. അതാണ് ട്രഡീഷണൽ സ്റ്റഡി രീതികൾ. പഴയ ആളുകൾ പണ്ട് മുതൽ പഠിക്കുന്ന രീതിയാണ്, പുസ്തകം തുറക്കുന്നു, വായിക്കുന്നു, അടിച്ചു വെക്കുന്നു, പോകുന്നു, ഓർത്തുനിന്നൊന്നും ഓർമ്മയില്ല. അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. കാരണം നമ്മുടെ മൈൻഡ് ഒരു 10 വർഷം മുന്നേ ഒരു 10ാം ക്ലാസ് അല്ലെങ്കിൽ +1 +2 എഴുതുന്ന ഒരു വിദ്യാർത്ഥിയുടെ മൈൻഡ് സെറ്റോ ബുദ്ധിയോ ഐക്യോ ഒന്നല്ല ഈ ഒരു സമയത്ത് പരീക്ഷ നിങ്ങളുടെ കാര്യം. കാരണം അതിനനുസരിച്ച് നിങ്ങൾ ഒരുപാട് ഡെവലപ്പ് ആയിട്ടുണ്ട്, ഒരുപാട് പഠനത്തെ എളുപ്പമാക്കുന്ന ഒരുപാട് രീതികൾ എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കും, ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഞാൻ 2012 എൻ്റെ +2 ചെയ്യുന്നത്, ഞാൻ SLC ചെയ്യുന്നത് 2014 ഞാൻ എൻ്റെ +2 ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് കിട്ടിയ സൗകര്യങ്ങളോ അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സംവിധാനങ്ങളൊന്നും, അല്ലെങ്കിൽ എനിക്ക് അതിൻ്റെ എത്രയോ മടങ്ങ്, ചില അതിൻ്റെ ഒരു 100 ടൈംസ് 100 മടങ്ങ് ഇരട്ടി സൗകര്യങ്ങളും നിങ്ങൾ എക്സാമിന് ഈസി ആക്കുന്ന പല കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് അവൈലബിളാണ്. അപ്പോൾ നിങ്ങളുടെ പഠനങ്ങൾ അതുമായി കണക്ട് ചെയ്ത് കുറച്ചും കൂടിയും ആ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ പോലും വിചാരിക്കുന്ന ഒരു മാർക്ക് പരീക്ഷയ്ക്ക് കിട്ടും. പരീക്ഷയ്ക്ക് തോൽക്കുന്ന ഒരു വിദ്യാർത്ഥി, പരീക്ഷയ്ക്ക് ഏറ്റവും മാർക്ക് പറയുന്ന വിദ്യാർത്ഥി, അവന് ഈ പഠനവുമായിട്ടും ഞാൻ എപ്പോഴും പറഞ്ഞേക്കാം, ഞാനിത് ചില കുട്ടികൾക്ക് അത് വിഷമാവുമെന്ന് എനിക്കറിയില്ല, നമ്മളോട് ഒരു സ്നേഹമില്ലാത്തതാണ്, നമ്മൾ നന്നാവണം, നമുക്ക് എന്തെങ്കിലുമൊക്കെ, അത് ഒരു സെൽഫ് ലവ് ഉണ്ടല്ലോ, അതില്ലാത്ത ആൾക്കാരാണ് ഈ പരീക്ഷ ഒരു സീരിയസും ഇല്ലാത്ത ആൾക്കാർ. ഭയങ്കര സങ്കടം അങ്ങനത്തെ ആൾക്കാരെ കാണുന്നു. അത് എന്തുകൊണ്ടാണ് അവർ ആ രീതിയിലേക്ക്, ചിലപ്പോൾ അവരുടെ ചുറ്റുപാടുള്ള കാര്യങ്ങളോ വീട്ടിലെ സാഹചര്യമോ എനിക്കറിയില്ല എങ്ങനെയാണ് ആ രീതിയിലേക്ക് കുട്ടികളെത്തുന്നത്. നമ്മൾ ആദ്യം സ്നേഹിക്കേണ്ടത് നമ്മളാണ്. എക്സാം അല്ലെങ്കിൽ നമ്മുടെ ഒരു കഴിവ്, നമ്മുടെ ഒരു എബിലിറ്റി എന്ത്, നമുക്ക് എന്തൊക്കെ കഴിയും, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ മാക്സിമം എന്ത്, അല്ലെങ്കിൽ നമുക്ക് എത്ര ഇമ്പ്രൂവ്മെൻറ്റ് സാധിക്കും, ഇതൊക്കെ നമുക്ക് കാണിച്ചു കൊടുക്കാൻ കഴിയുന്ന ഒരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രായത്തിൽ എക്സാമാണ്, പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും പല കായികങ്ങളില്ല അല്ലെങ്കിൽ മറ്റു മേഖല, അതൊക്കെ ശരിയാണ് കേട്ടോ. അതിനൊന്നും ഞാൻ കായിക നല്ല സ്പോർട്സിൽ കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും, ആർട്സിൽ കഴിവുള്ള കുട്ടികളുണ്ടായിരിക്കും, വേറെ പല മേഖലയിൽ കഴിവുള്ള കുട്ടികളായിരിക്കും. ഇവരൊക്കെ കഴിവ് നിഹാൽ സാർ അളക്കുന്ന എക്സാമാണ്, ഒരിക്കലും അല്ല കേട്ടോ. പക്ഷേ എന്നാലും നമ്മുടെ ഒരു
എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലൊരു ക്രൈറ്റീരിയ വെച്ചിട്ട് നിങ്ങളൊരു ലെവൽ മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം പരീക്ഷ എന്ന് പറഞ്ഞാൽ അതിന് നിങ്ങൾ എന്താണ് അത് സീരിയസ്നെസ് നിങ്ങൾ കാണണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 10ാം ക്ലാസ്സിലും +2 പരീക്ഷ ചെയ്യുന്ന ആൾക്കാർ അടുത്ത വർഷം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലത്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഏറ്റവും ബെസ്റ്റ് സ്ഥലത്ത് എത്തണമെങ്കിൽ ഈ ഒരു സമയം ഈ ഒരു മാസം നിങ്ങൾ കറക്റ്റ് മാറ്റും. ഓക്കെ, അപ്പോൾ ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷനിലേക്ക് നമ്മൾ പോകാൻ വേണ്ടി പോകുന്ന അവസാന ഘട്ട മിനിറ്റ് മണിയിലേക്കാണ്. ലിങ്കിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യുക, നമ്മുടെ വാട്സ്ആപ്പ് ചാനൽ ജോയിൻ ചെയ്യുക. നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എക്സാം സീരീസ് കണ്ടിന്യൂ ചെയ്യും. ഞാൻ കുറച്ച് നിങ്ങൾ എക്സാമുമായി ബന്ധപ്പെട്ട തിരക്കിലായിട്ട് എൻ്റെ സീരീസ് വീഡിയോസ് നമുക്ക് അപ്ലോഡ് ചെയ്യാൻ കഴിയാത്തത്. അപ്പോൾ നിങ്ങൾ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അവരോട് പറയേണ്ട ഒരു കാര്യം, ഈ ഒരു മാസം, ഈ ഒരു ഒറ്റ മാസം നിങ്ങൾ ആത്മാർത്ഥമായി നിങ്ങളെ സ്നേഹിക്കാൻ നിങ്ങൾ റെഡിയാണെങ്കിൽ, നിങ്ങളെ ഞാൻ പരീക്ഷയോ മറ്റു കാര്യത്തിനെ പറ്റി നിങ്ങളെ ഒന്ന് കണ്ണാടി നോക്കിയിട്ട് നോക്കുക, ഒന്ന് പറയാം, എടാ ഇങ്ങനെ പോയാൽ മതിയോ, ഒന്ന് ഉഷാറാവണ്ടേ, തല പൊന്തിച്ച് നിൽക്കണ്ടേ എന്ന് നിങ്ങൾ ഒന്ന് കണ്ണാടി പോയി എന്ന് പറഞ്ഞു നോക്ക്. നിങ്ങൾ പഠിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ എന്ത് ചെയ്യാൻ വേണ്ടി വേണം, തുടങ്ങാൻ വേണ്ടി പോകണം. സോ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ടു ലേൺ വിത്ത് നിഹാൽ സാർ. അപ്പോൾ ഈ പരീക്ഷാകാലം അല്ലെങ്കിൽ ഈ ഫൈനൽ എക്സാം ഏറ്റവും ബെസ്റ്റ് എക്സാമായി നമ്മൾ മാറ്റും. നിങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങൾ ആത്മാർത്ഥമായി റെഡി ആണെങ്കിൽ ഈ വീഡിയോക്ക് ലൈക്ക് അടിക്കുക, കമൻറ്റ് ബോക്സ് നിങ്ങൾ റെഡി എന്ന് കമൻറ്റ് ചെയ്യുക, നമ്മുടെ ചാനൽ ജോയിൻ ചെയ്യാം. സോ എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് വെൽക്കം ടു ലേൺ വിത്ത് നിഹാൽ സാർ.